തിരുവമ്പാടി കുട മാറ്റുന്നു. തിരുവമ്പാടി കുറച്ചു നേരം അവരുടെ വലിയ കുടയിൽ നിൽക്കുന്നു. വീണ്ടും വലിയ കുട. തിരുവമ്പാടി വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആളുകളെ, കാഴ്ചക്കാരെ, പൂര ആസ്വാദകരെ, ലോകം മുഴുവൻ നിന്ന് കാണുന്ന ഈ പൂരത്തിൽ തിരുവമ്പാടി അവരുടെ ശക്തി ഇങ്ങനെ ഞങ്ങളുടെ കുടകൾ നിങ്ങൾ കാണുന്നതിന് വേണ്ടി തന്നെയാണ്, നിങ്ങൾ കാണണം, ആസ്വദിക്കണം. അങ്ങനെ ഓരോ കുടയും ആസ്വദിക്കാൻ തീർച്ചയായും ഇത് കുറച്ചും കൂടി രൗദ്രഭാവത്തിലുള്ള നരസിംഹമൂർത്തിയാണ്. അതിന് പിന്നിൽ അനന്തനുമുണ്ട്. അത് വീണ്ടും ലൈറ്റ് ഓഫ് ചെയ്യുന്നു. തിരുവമ്പാടി ഒരു പടി കൂടി മുന്നിലാണ്. പാറമേക്കാവ് എന്തോ ഇനി കൊണ്ടുവരുമ്പോഴേക്കും തിരുവമ്പാടി വീണ്ടും വളരെ രൗദ്രഭാവത്തിലുള്ള നരസിംഹമൂർത്തിയാണ് അതിലുള്ളത്. രൗദ്രഭാവത്തിൽ തന്നെയാണ് എല്ലാ കാലത്തും നരസിംഹമൂർത്തി. അതിന് പിന്നിൽ അനന്തനും കൂടിയുണ്ട്. ഇത് രണ്ടിനെയും ചേർത്ത് വെച്ചുകൊണ്ട്, ആ നിറങ്ങൾ കൂടി ചേർത്തുകൊണ്ട് അതൊരു കളർ പാറ്റേണിൽ വലിയ ഇലുമിനേഷൻ ലൈറ്റിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. അത് വളരെ മനോഹരമാണ്, വളരെ വലുതാണ്. ആ ചിത്രം തന്നെ നടുവിൽ ചിത്രം കൂടി ആകുമ്പോൾ അത് സമ്പൂർണ്ണമാണ്. അത്രയും ദൃശ്യ വിസ്മയം തന്നെയാണത്. പാറമേക്കാവ് ഇങ്ങനെ നേരത്തെ നമ്മൾ ഇടയ്ക്കൊന്ന് പതുങ്ങും, പിന്നെയും എന്തോ വലുതുമായി വരാനുണ്ട്. അത്ഭുതങ്ങൾ നിറയെ പാറമേക്കാവ് ഒളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇടയിലാണ്, എപ്പോഴുമില്ല, ഇടയ്ക്കെപ്പോഴെങ്കിലും ഇടവേളകൾ കിട്ടുമ്പോൾ തിരുവമ്പാടിയെ ഞെട്ടിച്ചുകൊണ്ട് പാറമേക്കാവ് വീണ്ടും പാറമേക്കാവ് ഞെട്ടിക്കുന്നു. ഒരു പക്ഷേ ആ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ആയിരിക്കും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ഒരു സൗന്ദര്യം മനസ്സിലാവുക എന്നാണ്. തീർച്ചയായും അത് ആലവട്ടത്തിൽ പോലും, അല്ലെങ്കിൽ ആലവട്ടം കയ്യിൽ പിടിച്ചിരിക്കുന്ന ആളുകളുടെ കയ്യിൽ പോലും ആലവട്ടത്തിന് പകരം, അതുകൊണ്ടാണ് അവർ സമയമെടുത്തത്. ആലവട്ടം പിടിച്ചിരിക്കുന്ന ആളുകളുടെ, ആനപ്പുറത്തിരിക്കുന്നവരുടെ കയ്യിൽ പോലും ചെറുതായിട്ടൊരു ദീപശിഖ പോലും കൊടുത്തിട്ടുണ്ട്. ഇത് മിന്നിത്തിളങ്ങുന്നൊരു കുട, തീഗോളമാണ് മിന്നിത്തിളങ്ങുന്നത്. ആ തീഗോളം മിന്നുന്നു. ആലവട്ടം പിടിച്ചിരിക്കുന്ന ആളുകളുടെ അവരുടെ കയ്യിലും ദീപശിഖ പോലെ എന്തോ ഒന്ന് കൊടുത്തിരിക്കുന്നു. അതാണ് ആലവട്ടത്തിന് പകരം അവരത് കറക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു പുതുമയുള്ള സംഗതിയാണത്, പുതുമയുള്ള കാര്യമാണത്. പൂരത്തിനിടയിൽ, ആലവട്ടത്തിനിടയിൽ അത് മാറുന്നു എന്നുള്ളത്. ആലവട്ടം മാറ്റിയിട്ടാണ് അവർ ആലവട്ടം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത്. തീർച്ചയായും അതിന് നടുവിൽ നിൽക്കുന്ന ദൃശ്യം, അതിന് യഥാർത്ഥത്തിൽ ആ ചിത്രം കുറച്ചും കൂടി അവർക്കത് വ്യക്തമാക്കാമായിരുന്നു. എന്താണ് കഥകളി. തിരുവമ്പാടി ഓരോന്നോരോന്നായി, ആയുധങ്ങൾ ഓരോന്നോരോന്നായി, മികച്ച കുടകൾ പുറത്തിറക്കുകയാണ്. ഒരു പക്ഷേ ഇതിലും ആ ലൈറ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ്. ഉണ്ട് ലൈറ്റുണ്ട് തീർച്ചയായും. കാഴ്ചകൾ അങ്ങനെ ആസ്വാദകരങ്ങനെ ആസ്വദിച്ച് മതിമറക്കുകയാണ് എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കാരണം എത്ര മനോഹരമായി ഡിസൈൻ ചെയ്ത, അല്ലെങ്കിൽ അത്ര മനോഹരമായി പ്ലാൻ ചെയ്ത ഓരോ കുടകളുടെയും ഓരോന്നിൻ്റെയും ഓരോ സൂക്ഷ്മമായും ആ കുടകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത്. തീർച്ചയായും ഇപ്പോൾ ഇതാണ് ആ കുടയുടെ സൗന്ദര്യം. എങ്ങനെയെല്ലാം ആസ്വാദകർക്ക് മുന്നിൽ അവതരിപ്പിക്കാമെന്നുള്ളതാണ് തിരുവമ്പാടി ആലോചിക്കുന്നത്. ലൈറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കുട അങ്ങനെയും ആസ്വദിക്കാം. അതായത് ആ കുടയുടെ സൗന്ദര്യം ശരിക്കും ലൈറ്റ് ഇല്ലാതെയും ലൈറ്റിലോടുകൂടിയും ആസ്വദിക്കാമെന്നുള്ളതാണ്. വീണ്ടും പാറമേക്കാവ് വീണ്ടും തിരിച്ചു പോകുന്നു അവരുടെ പഴയ കുടകളിലേക്ക്, അല്ലെങ്കിൽ വലിയ അത്ഭുതങ്ങളില്ലാത്ത കുടകളിലേക്ക്, യഥാർത്ഥ കുടകളുടെ സൗന്ദര്യത്തിലേക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും തിരുവമ്പാടി ആ കുടയിൽ കുറച്ചു നേരം നിൽക്കും. കാരണം അവരുടെ ഒരു രീതി ഇപ്പോൾ അതാണ്. ഒരു വലിയ കുട, അത്ഭുതക്കുട കൊണ്ടുവന്നാൽ ഉറപ്പായും കുറച്ചു നേരം അതിൽ നിന്ന് ലോകം മുഴുവൻ അത് കണ്ട് ആസ്വദിച്ച് അതിൻ്റെ ഓരോ സൂക്ഷ്മതയും ആസ്വദിച്ച ശേഷം മാത്രമേ ആ കുട മാറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ഏതാണ്ട് 5-6 കുടകളിൽ ഈ ഒരു വൈവിധ്യം, വ്യത്യസ്തത, നിറങ്ങൾ, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ്, അതെല്ലാം ഓരോന്നും അതിൻ്റെ സൂക്ഷ്മമായി നമ്മൾക്ക് ആസ്വദിക്കാൻ തക്കവണ്ണമാണ്. അത്രയും നേരം അവർ അത് പിടിച്ചു വെക്കുന്നുണ്ട്. അതായത് നിങ്ങളിത് കണ്ടോളൂ, കണ്ട ശേഷമേ ഞങ്ങൾ മാറ്റുന്നുള്ളൂ എന്നാണ് തിരുവമ്പാടിയുടെ ഒരു ലൈൻ. അതൊരു പക്ഷേ പാറമേക്കാവിന് അങ്ങനെ ഒരു ലൈൻ ഇപ്പോൾ ഇതുവരെ അവർക്ക് ചെയ്യാൻ കഴിയുന്നൊരു പരമാവധിയിലേക്ക് അവർ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇനി എന്തെല്ലാമൊക്കെയോ, അതായത് തിരുവമ്പാടി ഒരു പക്ഷേ അവരുടെ പരമാവധിയിലേക്ക് എത്തിയിട്ടുണ്ട്, അവരുടെ ഒരു പീക്ക് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ പാറമേക്കാവ് അവരുടെ പീക്ക് ലെവലിലേക്കോ അല്ലെങ്കിൽ അവരുടെ വമ്പൻ അത്ഭുത കുടകളിലേക്കോ ഒന്നും പാറമേക്കാവ് ഇപ്പോഴും ശരിക്കും എത്തിയിട്ടില്ല. ശരിക്കുമുള്ള പാറമേക്കാവ് ഇതല്ല എന്നാണ് നമ്മളുടെ മുൻകാല പൂരാനുഭവം എന്നുള്ളതുകൊണ്ട് പാറമേക്കാവ് എന്തോ തിരുവമ്പാടി വീണ്ടും ഒന്ന് പിന്നോട്ട് പോകുന്നു. ശരിക്കും ഇത്തരം കുടകളാണ്, ഈ കുടകളിലാണ് പൂരത്തിൻ്റെ അല്ലെങ്കിൽ കുടമാറ്റത്തിൻ്റെ സൗന്ദര്യം, യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത്. മറ്റതെല്ലാം അത്ഭുതമാണ്, നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്ന അത്ഭുത ചെപ്പാണ് എന്തോ ഒരു വലിയ കുട എന്നുള്ള. ഇതാണ് ശരിക്കും ഈ കുടയുടെ സൗന്ദര്യം, കുടമാറ്റത്തിൻ്റെ സൗന്ദര്യം. അതിലെ നിർമ്മാണ രീതിയിലെ വ്യത്യസ്തത, അതിലെ വൈജാത്യം, അതിൽ നിറങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന രീതി, അതിൽ ഓരോ
ചിത്രങ്ങളും ആലേഖനം ചെയ്തിട്ടുള്ള ഓരോ ഒരു തുന്നൽക്കാരൻ അയാളുടെ കൈ കൊണ്ട് തുന്നിയെടുക്കുന്നതാണെങ്കിൽ അത്രയും അതിൻ്റെ ഒരു മനോഹാരിത വളരെ വലുതാണ്. ഇത് ശരിക്കും ഈ പൂരത്തിന് നിറത്തിൽ രാത്രിയിൽ അതാണ് ആ വെളുത്ത നിറത്തിൽ എന്തായാലും ആ ചിത്രം അത്രയും സൂക്ഷ്മമായി തുന്നിയെടുക്കണമെങ്കിൽ വളരെ വലിയൊരു അധ്വാനം, വളരെ വലിയൊരു ക്രിയേറ്റിവിറ്റി എല്ലാം അതിൻ്റെ പിന്നിലുണ്ട്. ആ ആസ്വാദനത്തിലേക്കാണ് കുടമാറ്റം നമ്മളെ കൊണ്ടുപോകുന്നത്. അതാണ് ഈ പൂരത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യവും അതിൻ്റെ ചന്തവും എന്ന് വേണം പറയാനായിട്ട്. തിരുവമ്പാടി എന്തായാലും രണ്ടുപേരും ഒന്ന് പഴയ ശൈലിയിലേക്ക് പോകുന്നു. അത് ശരിക്കും പഴയ ശൈലിയിലേക്ക് പോയില്ല എങ്കിൽ ആസ്വാദകർക്ക് നമ്മൾക്ക് കുറച്ചും കൂടി പൂരം വളരെ സൂക്ഷ്മമായി ആസ്വദിക്കുന്നവരെ സംബന്ധിച്ച് ഇത് തൃശ്ശൂർ ശരിക്കും ഈ പാറമേക്കാവ് ശരിക്കും വെടിപൊട്ടിച്ചു കഴിഞ്ഞു. ഇത് പള്ളിപ്പെരുന്നാളിന് കൊണ്ടുവരുന്ന അതിലേക്കാണ് കുടമാറ്റത്തെ കൊണ്ടുപോകുന്നത്. അതായത് ഇതിൽ മറ്റൊരു രീതിയിലേക്കാണ്. അതായത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിർമ്മാണ രീതി തന്നെ വളരെ കൗതുകമാണ് എന്ന് വേണം പറയാൻ. എല്ലാം അടങ്ങിയിട്ടുണ്ട്, എല്ലാ വിശ്വാസവും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. തൃശ്ശൂരിൻ്റെ എല്ലാ ജാതി മത സമവാക്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ, എല്ലാ വിശ്വാസങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ, എല്ലാ ഇഷ്ടങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആണ് ഈ പാറമേക്കാവ്. നമ്മൾ ഇതുവരെ പറഞ്ഞതുപോലെ അല്ല, പാറമേക്കാവിൻ്റെ കയ്യിൽ ഇനിയാണ് ശരിക്കുമുള്ള പാറമേക്കാവ് വരാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത്. ഇതെന്താണെന്ന് ശരിക്കും പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ എന്തോ ഒന്ന് അതിൽ പാറമേക്കാവ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വളരെ ആളുകളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരമ്പരാഗതമായി ഈ കുടമാറ്റം ഇഷ്ടപ്പെടുന്നവർക്കൊപ്പം യഥാർത്ഥത്തിൽ വലിയ വിസ്മയങ്ങൾ, അത്ഭുതങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഈ കുടമാറ്റത്തിന് ലോകമെങ്ങും ലക്ഷക്കണക്കിന് ആസ്വാദകർ ഒരേ സമയം ഉണ്ടാകുന്നത്. ആ വ്യത്യസ്തത കാത്തു സൂക്ഷിക്കാനും ആ വ്യത്യസ്തമായൊരു രീതി കൊണ്ടുവരാൻ രണ്ടുപേരും പാറമേക്കാവും തിരുവമ്പാടിയും ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ശ്രമിക്കുന്നുണ്ട്. ശരിക്കുമുള്ള ഈ പരമ്പരാഗത കുടമാറ്റത്തിനപ്പുറത്തേക്ക് വ്യത്യസ്തമായ കുടമാറ്റത്തിലേക്ക്, കുടകളുടെ വൈജാത്യത്തിലേക്ക്, വ്യത്യസ്തതയിലേക്ക്, അല്ലെങ്കിൽ അതിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ രണ്ടുപേരും എടുക്കുന്ന ശ്രമമാണ്. അത് വിജയിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിന് ലഭിക്കുന്ന സ്വീകാര്യത, അത് ഈ ആസ്വാദകർ ഒന്നരംഗം ആർപ്പുവിളിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നത് അത്തരം കുടകൾ നിർമ്മിക്കാനെടുക്കുന്ന ആ അധ്വാനത്തെ കൂടി പരിഗണിച്ചുകൊണ്ടാണ്, അത് ആസ്വദിച്ചുകൊണ്ടാണ്. ആ കുടകൾ ആസ്വദിക്കാൻ നമ്മളെല്ലാവരും, പൂരപ്രേമികളെല്ലാവരും ആ ആസ്വാദനത്തിന് തയ്യാറാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്, മനസ്സിലാക്കുന്നത്. എന്തായാലും പാറമേക്കാവ് നമ്മൾ ഈ തിരുവമ്പാടിയുടെ അതേ പരിപാടി തന്നെയാണ് പാറമേക്കാവും തുടരുന്നത്. നിങ്ങൾ നന്നായിട്ട് ഞങ്ങളുടെ കുട ആസ്വദിച്ചോളൂ. ഇതാണ് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ നല്ല കുട. ഇനിയുണ്ട് വേറെ, എന്നാൽ പോലും ഇതാണ് ആ കുട പരമാവധി ആസ്വദിക്കാനുള്ള അവസരം ആസ്വാദകർക്ക് പാറമേക്കാവ് നൽകുന്നു. തിരുവമ്പാടിയും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. തിരുവമ്പാടി എന്തായാലും ഒന്ന് പിന്നോട്ട് മാറിയിട്ടുണ്ട്. വലുതെന്തോ വരാൻ പോകുന്നു, അല്ലെങ്കിൽ വലുതായിട്ടെന്തോ അത്ഭുതമെന്തോ കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് തിരുവമ്പാടി അതാണ് അതായത് ഈ കുടയിൽ തന്നെ നിൽക്കുകയാണ്. ആ കുടയുടെ സൗന്ദര്യത്തെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പരമ്പരാഗത കുടകൾക്കുള്ളൊരു ആസ്വാദനം, അതിനും ആസ്വാദകരുണ്ട്. ആ കുടകൾ എന്തോ തിരുവമ്പാടി കുട മാറ്റുന്നു തീർച്ചയായും തിരുവമ്പാടി വീണ്ടും അത്ഭുത കുടകളിലേക്ക്, അല്ലെങ്കിൽ വർണ്ണക്കുടകളുടെ വലിയ കുടകളിലേക്ക്. അത് ശിവൻ്റെ കയ്യിൽ, ശിവൻ്റെ കൈയാണത്. ശിവൻ്റെ കയ്യിൽ സർപ്പം കൂടി ചേരുന്നുണ്ട്. ഒപ്പം ശിവൻ്റെ ഉടുക്കു കൂടി ചേരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ വളരെ വ്യത്യസ്തമായൊരു കുടയാണത്. ആ ഇൻസുലേഷൻ, അതായത് എല്ലാ ഇൻസുലേഷനും ഉപയോഗിക്കാൻ പരമാവധി തിരുവമ്പാടി എന്തെല്ലാം വ്യത്യസ്തതയിൽ കൊണ്ടുവരാൻ കഴിയുമോ അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ്. ആ കൈ മാത്രം ചേർത്ത് വെക്കുന്ന, അല്ലെങ്കിൽ കൈ മാത്രം ഒരു കുടയായി ശിവനെ പല രൂപത്തിൽ ഇപ്പോൾ നമ്മൾ പല കുടകളിലായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. പല രൂപത്തിൽ ശിവൻ വന്ന് അവതരിക്കുന്ന രൂപത്തിലുള്ള കുടകൾ ഇരുപക്ഷവും കൊണ്ടുവന്നു കഴിഞ്ഞു. ഇത് മറ്റൊരു തരത്തിലേക്കാണ്, ശിവൻ്റെ കയ്യിൽ ഉള്ളൊരു രൂപമാണ്. അത് അത്തരം ചിന്തകൾ കൂടി ചേരുന്നതാണ് ഈ പൂരത്തിൻ്റെ കുടകളുടെ വൈജാത്യവും വ്യത്യസ്തതയും ആ കാഴ്ചയെ കുറച്ചുകൂടി സുന്ദരമാക്കുന്നത് അത്തരം കുടകൾ കൂടി വരുമ്പോഴാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ മനോഹരമായൊരു കുട, അത്ഭുത കുടകളുടെ കൂട്ടത്തിൽ മറ്റൊരു കുട കൂടി എന്ന് വേണം പറയാൻ. ഇത് നിർമ്മിച്ചെടുക്കാനുള്ളൊരു അധ്വാനം, അതിൻ്റെ ഒരു വലിയ സർഗാത്മകത തന്നെ അതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കൗതുകം. കുടകൾ എത്ര മാറിയാലും ഇനിയും പഴയ കുടകളിലേക്ക് മടങ്ങി പോകുമ്പോൾ വീണ്ടും ഈ കുടമാറ്റത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയും സൗന്ദര്യവും എന്ന് പറയുന്നത് ഇത്രയും വ്യത്യസ്തമായി ഓരോ വർഷവും ഇത്രയും ആലോചിച്ചുറപ്പിച്ച് വളരെ വ്യത്യസ്തമായ കുടകൾ കൊണ്ടുവരാനുള്ള ഇരുവർഷത്തിൻ്റെയും ശ്രമമാണ്. എന്തായാലും പാറമേക്കാവ് ഒന്ന് തണുക്കുമ്പോൾ തിരുവമ്പാടി അവരുടെ വലിയ അത്ഭുത കുടകൾ വീണ്ടും ആസ്വാദകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇരുവർഷവും ഒരേ സമയം കുടമാറ്റുകയാണ്.
പാറമേക്കാവിൻ്റെ കുട ശരിക്കും വരുന്നു. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോഴായിരിക്കും അത്. തീർച്ചയായും ലൈറ്റ് ഓഫ് ചെയ്തു കഴിഞ്ഞു. ഇതാണ് പാറമേക്കാവ് അവരുടെ വമ്പൻ കുടകളിലേക്ക്. അത് ഉണ്ണിക്കണ്ണൻ തന്നെയാണ്, അമ്പാടിക്കണ്ണൻ തന്നെയാണുള്ളത്. ഓടക്കുഴൽ പിടിച്ചിരിക്കുന്ന അമ്പാടിക്കണ്ണൻ ലൈറ്റ് ഓഫ് ചെയ്യുന്നു. ആസ്വാദകരുടെ മറുവശത്ത് ഒട്ടും മോശമല്ല. തിരുവമ്പാടി ഒരു പടി കൂടി കടന്ന് അവിടെയും ശ്രീകൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണൻ ഓടക്കുഴൽ പിടിച്ച് ശ്രീകൃഷ്ണൻ്റെ കയ്യിലുണ്ട് ചക്രം. ആ ചക്രവുമായി നിൽക്കുന്ന ശ്രീകൃഷ്ണനെ തന്നെ പല രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഇത് വിഷ്ണുവിൻ്റെ പല രൂപങ്ങളെ പല തരത്തിൽ, പല ഭാവത്തിൽ, പല രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഇരുപക്ഷവും ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന, ചക്രം പിടിച്ചു നിൽക്കുന്ന ശ്രീകൃഷ്ണനെ വരെ അവതരിപ്പിക്കുകയാണ് തിരുവമ്പാടി. കൃഷ്ണനും വിഷ്ണുവിനുമൊക്കെ ഏതെല്ലാം ഭാവങ്ങൾ നൽകാമോ ആ ഭാവങ്ങളെല്ലാം നൽകാൻ ഇരുപക്ഷവും ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ മയിൽപ്പീലിയാണ് അതിൻ്റെ പുറകിലുള്ള അതിൻ്റെ ബേസ് തീം എന്ന് വേണം പറയാൻ. പക്ഷേ അത് ദൂരെ നിന്ന് നോക്കുമ്പോൾ എത്ര സുന്ദരമാണ്, മനോഹരമാണ്. എന്നാൽ തിരുവമ്പാടി അക്കാര്യത്തിൽ നല്ല രീതിയിൽ സർഗാത്മകമായി നന്നായി അധ്വാനം ചെയ്തിട്ടുണ്ട്, ബുദ്ധിപരമായി നന്നായി ആലോചിച്ചിട്ടുണ്ട്. അതെല്ലാം വ്യത്യസ്തമായ രൂപത്തിൽ പൂരപ്രേമികൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് വിജയിപ്പിക്കാൻ തിരുവമ്പാടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാറമേക്കാവ് ഒട്ടും മോശമല്ല. ഇതെല്ലാം ഒരുപക്ഷെ തിരുവമ്പാടിയുടെ രണ്ട് ഇൻസ്റ്റലേഷനെ കവച്ചു വെക്കുന്ന രൂപത്തിലാണ് പാറമേക്കാവിൻ്റെ ഇപ്പോഴത്തെ ഇൻസ്റ്റലേഷൻ, ഈ വർണ്ണക്കുട വരുന്നത്. ഈ കുടയും ഈ വർണ്ണക്കുട ഇൻസ്റ്റലേഷനായി വരുന്ന കുട ഒരുപക്ഷെ ആ നിറത്തിൻ്റെ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഒരു കാഠിന്യം കൊണ്ടായിരിക്കാം ഒന്ന് ആ കാഴ്ചയുടെ സൗന്ദര്യത്തിൽ ഒരു ചെറിയ കുറവ് വരുന്നത്. ശരിക്കുമുള്ള വലിയ കുടകൾ നമ്മളുടെ സങ്കല്പത്തിലുള്ള വർണ്ണക്കുടകളിലേക്ക് പാറമേക്കാവ് മാറുന്നു. ഇതാണ് ശരിക്കുമുള്ള കുടയുടെ സൗന്ദര്യം, വർണ്ണക്കുടകളുടെ മുത്തുക്കുടകളുടെ സൗന്ദര്യം ഇതാണ്. ആ സ്വർണ്ണ നിറം, ആ സ്വർണ്ണ നൂൽ പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ആസ്വാദകർ എത്ര ഇപ്പോഴും ഇത്രയും സമയമായിട്ടും 2 മണിക്കൂറിനോട് അടുക്കുന്നു, 2.5 മണിക്കൂറിനോട് അടുക്കുന്നു. അവരിപ്പോഴും ആ ആനകൾക്ക് മുമ്പിൽ, ഗജവീരന്മാർക്ക് മുമ്പിൽ ഓരോ കുടയും ഉയർത്തുമ്പോൾ ആവേശത്തിമിർപ്പിലാണ്. ഇനി ഈ കണ്ടതൊന്നുമല്ല ഇനി കാണാനുള്ളത്. ആ കാഴ്ചയിലേക്ക് ഞങ്ങൾ ഇനിയും കാഴ്ചയ്ക്ക് തയ്യാർ. ആനപ്പുറത്തിരിക്കുന്നവരും ഒട്ടും മോശമല്ല. ആലവട്ടവും വെഞ്ചാമരവും കയ്യിൽ പിടിച്ചു നിൽക്കുന്നവരും ആ ആവേശത്തിനൊപ്പം ആനപ്പുറത്ത് നിന്ന് തുള്ളുകയാണ്.